നോമ്പ് തുറക്കാൻ വളരെ രുചികരമായ ഒരു ചായക്കടി ഉണ്ടാക്കിയാലോ. ഇതിനുവേണ്ടി എടുത്തത് 3 മുട്ടയാണ്. ആദ്യം നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചായക്കടിയാണ്. ഇനി ഇതിലേക്ക് 5-6 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങളെ മധുരത്തിന് ആവശ്യമായ മധുരം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 2-3 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മുട്ട നല്ലോണം വറുത്തെടുക്കാനുള്ളതാണ്. ഈ സമയത്ത് നട്ട്സ് എന്തെങ്കിലും അണ്ടി മുന്തിരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബദാം അങ്ങനെയൊക്കെ. നമ്മളെ കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് അതൊന്നും ചേർത്ത് കൊടുക്കാതിരുന്നത് കേട്ടോ. ഇതിനെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇതവിടെ മാറ്റി വെക്കാനും മിക്സിൻ്റെ ചാറെടുത്ത് അതിലേക്ക് 3/4 കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് ആവശ്യം. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇത് നന്നായിട്ട് മിക്സിൻ്റെ ചാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെയാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് 3 കോഴിമുട്ടയാണ് എടുത്തത്. ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിലാണ് മധുരം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലോണം പഞ്ചസാര അലിയിച്ചെടുക്കണേ. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ഒരു പാൻ വെച്ചതിന് ശേഷം കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഓരോ ദോശയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. വളരെ നേർത്ത ദോശ തന്നെ ചുട്ടെടുക്കണേ. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കുറച്ച് നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് 5 ദോശയാണ് ചുട്ടെടുക്കാൻ ആവശ്യം. പിന്നെ ഒരു പാൻ വെച്ചതിന് ശേഷം 3 സ്പൂണ് നെയ്യ് ചേർത്ത് എല്ലാ വശത്തും ആകുന്ന പോലെ ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ഓരോ ദോശയും ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മുട്ടൻ്റെത് ഇതിൽ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എല്ലാ വശത്തും ആകുന്ന രൂപത്തിൽ തന്നെ വെച്ച് കൊടുക്കണേ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ദോശ കൂടി ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കണേ. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണേ. വീഡിയോ ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമ്മൾ ബാക്കി വന്ന മുട്ടൻ്റെത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെക്കാം. കുറച്ച് സമയം അടച്ചു വെച്ചാൽ മതിയേ. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കണേ. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള ചായക്കടി റെഡി ആയിട്ടാ. ഇത് ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും നല്ല ടേസ്റ്റാണ്, വെറുതെ പറയുന്നില്ല. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.